ഹലോ എവ്രി വൺ. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ DL-Edൻ്റെ സെമസ്റ്റർ 1-ലുള്ള പേപ്പർ കോഡായിട്ടുള്ള 101-ലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം സിദ്ധാന്തവും പ്രയോഗവും എന്ന് പറയുന്ന ഒരു പേപ്പറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്സാംസ് ഒക്കെ വരികയാണ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. സോ നമുക്കറിയാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ്, പലതരത്തിലുള്ള അപ്രോച്ചസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഓരോ ക്ലാസ് മുറികളിലും പ്രയോഗിക്കപ്പെടുന്നത്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു പേപ്പറിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം കാഴ്ചപ്പാടും പ്രയോഗവും എന്ന് പറയുന്ന യൂണിറ്റ് 1-ഉം, യൂണിറ്റ് 2 എന്ന് പറയുന്നത് ശിശുവികാസം, അതുപോലെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് വ്യക്തിത്വമാണ്. സോ ഇതിൽ യൂണിറ്റ് 1-നെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ എപ്പോഴും, അതായത് ഈ അനിമൽസിൽ നിന്നൊക്കെ തന്നെ വളരെയധികം വ്യത്യസ്തമാക്കി നിർത്തുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. സോ അന്നത്തെ കാലം മുതൽ, അതായത് പുരാതന കാലം മുതലേ എന്താണ് നമ്മുടെ മനസ്സ്, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് റിസർച്ചുകൾ, അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ എന്നുള്ള നിലയിലാണ് നമ്മൾ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. സോ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ, അതാണ് മനഃശാസ്ത്രം എന്ന രീതിയിൽ നമ്മൾ പരിഗണിച്ച് വരുന്നത്. സോ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള മനഃശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ശാഖയാണ്. അപ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു കോണിൽ നമ്മൾ പഠിക്കുകയാണ് മനഃശാസ്ത്രം എന്താണെന്ന്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. സോ നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്, അതായത് നിർവചനങ്ങൾ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുക. സോ അധ്യാപനം, പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും അധ്യാപക വിദ്യാർത്ഥികളാണ്. സോ അധ്യാപനവും പഠനവും അത് രണ്ടും കൈകാര്യം ചെയ്യുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത്, പഠന സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ മനഃശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള സിദ്ധാന്തങ്ങളും അതുപോലെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കണ്ടെത്തലുകളും ഒക്കെ തന്നെ പ്രയോഗവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ അധ്യാപക വിദ്യാർത്ഥികളാണ്. ഈ അധ്യാപക വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള, ഇപ്പോൾ അധ്യാപകരാവട്ടെ എന്തുമാവട്ടെ, ഈ പഠന തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ മനഃശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള തിയറീസ് ഉണ്ടാവും. ഈ തിയറീസും അതിലൂടെ നമ്മൾ കണ്ടെത്തിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രയോഗിക്കുകയാണ്, നമ്മുടെ പഠന സാഹചര്യത്തിൽ നമ്മൾ പ്രയോഗിക്കുകയാണ്. അതിനെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു ഡെഫിനിഷൻ പറയുന്നത്, പഠന ബോധന പ്രക്രിയയുടെ ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്സ് എന്നാണ്. അപ്പോൾ ലേണിങ്ങും, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ടീച്ചിങ്ങിലേക്ക് ഉപയോഗിക്കുന്ന കാര്യം തമ്മിലുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു സയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് പഠന ബോധന പ്രക്രിയകളുടെ ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ഡെഫിനിഷനിലൂടെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ അധ്യാപനവും അതുപോലെ പഠനവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ പോകുന്ന ഒന്നാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലതരത്തിലുള്ള മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും ഒക്കെ തന്നെ പ്രയോഗവൽക്കരിക്കപ്പെടുന്നത് ഈ ഒരു പഠന സാഹചര്യങ്ങളിലാണ്. അതിനെ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്താണ്, നമ്മളിപ്പോൾ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ടീച്ചിങ് പ്രോസസ്സിനകത്ത് ഇതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലുള്ള ധാരണ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. സോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ, അത് നമ്മൾ ധരിക്കപ്പെടുന്നതിലൂടെ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ, എന്താണ് അവിടെ എയിം ചെയ്യപ്പെടുന്നത് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായകമാവുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ്. അതുപോലെ പാഠ്യപദ്ധതിയും സിലബസും തയ്യാറാക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പഠന ബോധന രീതികൾ അവലംബിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പലതരത്തിലുള്ള ടെക്നിക്കുകളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ഒരു സ്റ്റുഡൻറ്റിൻ്റെ, അതായത് ഒരു കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ആ കുട്ടി എന്ത് നേച്ചറാണ് ഉള്ള കുട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലൂടെ സാധിക്കും. പലതരത്തിലുള്ള വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലൂടെ സാധ്യമാകുന്നുണ്ട്. ക്ലാസ് റൂമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ പലതരത്തിലുള്ള ധാരണകൾ നേടുന്നതിനൊക്കെ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അതിൻ്റെ പ്രസക്തിയുണ്ട്. വ്യക്തി വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നത്, അതായത് നമുക്കറിയാം ഒരു ക്ലാസ് റൂമിലെ എല്ലാ സ്റ്റുഡൻസും ഒരേ നേച്ചറിലുള്ളതായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആ കുട്ടിയോട് ഇടപഴകാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ അധ്യാപന വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു മനഃശാസ്ത്രത്തിലുണ്ടാവുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള പഠന സമീപനങ്ങൾ ഉണ്ടാവുന്നുണ്ട് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ. അതായത് നമുക്ക് സമീപനങ്ങൾ എന്ന് പറയുമ്പോൾ അപ്രോച്ചസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂലേ. അപ്പോൾ ഈ മനഃശാസ്ത്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും രീതികളും അങ്ങനെ എല്ലാതും അനുസരിച്ചിട്ടുള്ള സമീപനങ്ങൾ എന്തൊക്കെയാണ്, അപ്രോച്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഘടനാ മനഃശാസ്ത്രം എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്, ധർമ്മ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഫങ്ഷണലിസം ആണ്, അതായത് വ്യവഹാര മനഃശാസ്ത്രം അതായത് ബിഹേവിയറിസം, സമഗ്ര മനഃശാസ്ത്രം അതുപോലെ മനോവിശ്ലേഷണ മനഃശാസ്ത്രം അതായത് സൈക്കോ അനാലിസിസ്, അതുപോലെ വൈജ്ഞാനിക മനഃശാസ്ത്രം അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി, മാനവിക മനഃശാസ്ത്രം, ഹ്യൂമനിസം തുടങ്ങിയിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള സമീപനങ്ങളാണ് മനഃശാസ്ത്രത്തിലുള്ളത്. പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ടാണ് അതിൽ പറയുന്നത്. സോ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലാണ് മനഃശാസ്ത്രം ഊന്നൽ നൽകുന്നത്. അതായത് മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാവട്ടെ, അവൻ്റെ ചിന്തകളാവട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആ വ്യാപാരങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം, ആ ഒരു സ്റ്റഡിയിലാണ് മനഃശാസ്ത്രം എപ്പോഴും ഊന്നൽ നൽകുന്നതെങ്കിലും മറ്റ് മേഖലകളിലും ഈ ഒരു നമ്മൾ പറയുന്ന മനഃശാസ്ത്രം എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള മനഃശാസ്ത്ര ശാഖകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു തരത്തിൽ മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു വ്യാപാരങ്ങളെക്കുറിച്ച് മാത്രമല്ല അത് ഡിസ്കസ് ചെയ്യുന്നത്, മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ഭാഗങ്ങളിലേക്കും മറ്റ് സൈഡുകളിലേക്കും ഇത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ ഒരു ശാഖകൾ രൂപപ്പെട്ടു വരാൻ വേണ്ടിയിട്ടും അവയിൽ ചിലത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ മനഃശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പഠന സമീപനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ഘടനാ മനഃശാസ്ത്രം, ധർമ്മ മനഃശാസ്ത്രം, അങ്ങനെ മാനവിക മനഃശാസ്ത്രം എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ശാഖ എന്നുള്ള രീതിയിൽ നോക്കാതെ മനഃശാസ്ത്ര ശാഖകൾ മറ്റ് രീതിയിലേക്ക്, അതായത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ചിലത് ഏതൊക്കെയാണ്, പുതുതായിട്ട് വന്നിട്ടുള്ള മനഃശാസ്ത്ര ശാഖകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ സൈക്കോളജി നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് പൊതുവായിട്ടുള്ള മനഃശാസ്ത്രത്തെക്കുറിച്ചിട്ട്. സാമൂഹ്യ മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കോളജിനെ കുറിച്ചിട്ട്. എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, പരീക്ഷണ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. വികാസ മനഃശാസ്ത്രം, അതായത് ഡെവലപ്മെൻ്റൽ സൈക്കോളജി. വൈജ്ഞാനിക മനഃശാസ്ത്രം, അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി. അപസാമാന്യ മനഃശാസ്ത്രം, അതായത് അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തുടങ്ങിയവയൊക്കെ തന്നെ എന്താണ്, ഈ ഒരു മനഃശാസ്ത്ര ശാഖയിൽ പെടുന്നതാണ്. അതായത് ഒരു പ്യുവർ സൈക്കോളജി എന്നുള്ള രീതിയിൽ മനഃശാസ്ത്രത്തിൻ്റെ ശാഖയിൽ പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ജനറൽ സൈക്കോളജി ആവട്ടെ, സോഷ്യൽ സൈക്കോളജി ആവട്ടെ, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ആവട്ടെ, ഡെവലപ്മെൻ്റൽ സൈക്കോളജി ആവട്ടെ. സോ ഇതിൽ ക്ലിനിക്കൽ സൈക്കോളജിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ചികിത്സാ മനഃശാസ്ത്രത്തെക്കുറിച്ചിട്ട്. അതുപോലെ വ്യാവസായിക മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജിനെ കുറിച്ചിട്ട്. അപരാധ മനഃശാസ്ത്രം, അതായത് ക്രിമിനൽ സൈക്കോളജിനെ കുറിച്ചിട്ട്. ഇതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാകും. അതായത് ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി കേട്ടിട്ടുണ്ട്, ക്രിമിനൽ സൈക്കോളജി കേട്ടിട്ടുണ്ട്. മിലിറ്ററി സൈക്കോളജി നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. സൈനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. കായിക മനഃശാസ്ത്രം, സ്പോർട്സ് സൈക്കോളജി. നിയമ മനഃശാസ്ത്രം, ലീഗൽ സൈക്കോളജി. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്ലൈഡ് സൈക്കോളജി ഒക്കെ തന്നെ ഈ ഒരു മനഃശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള ശാഖയിൽ പെടുന്നതാണ്. സോ പലതരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ്, അതായത് ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ. സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാവും, അതായത് ഇന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് എക്സ്പെരിമെൻറ്റ്സിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ, അതായത് ഈ സയൻറ്റിഫിക് മെത്തേഡ്സ് പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു
എഡ്യൂക്കേഷണൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ ഒരു അപ്ലൈഡ് സയൻസ് ആയിട്ട്, ഒരു പ്രയുക്ത ശാസ്ത്ര ശാഖയായിട്ട് പരിഗണിക്കുന്നു. അതായത് ഇവിടെ നിരീക്ഷണമുണ്ട്. അതായത് നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യണം. ആ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മളത് നിരീക്ഷിക്കും, ഒരുപാട് തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കും, പരീക്ഷിക്കും, എന്നിട്ടൊരു നിഗമനത്തിലെത്തും. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ, ശാസ്ത്രീയ രീതിയിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ വിവരം ശേഖരിക്കുന്നുണ്ട്, പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഏറ്റവും അവസാനം ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നുണ്ട്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഈ പറയുന്ന മനഃശാസ്ത്രം, അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രയുക്ത ശാസ്ത്ര ശാഖ, അതായത് അപ്ലൈഡ് സയൻസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ, അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ മെയിനായിട്ട് പ്രതിപാദിക്കുന്നത് പഠിതാവുണ്ട്, അധ്യാപകനുണ്ട്, കുടുംബമുണ്ട്, സമൂഹമുണ്ട്. സോ ഇതൊരു കണ്ണി പോലെയാണ്. അതായത് ഒന്നിനോട് കണക്ട് ചെയ്ത് ഒരു പഠിതാവ് എന്ന് പറയുന്ന അധ്യാപകനോടും, അധ്യാപകവും പഠിതാവും കുടുംബത്തോടും, അതുപോലെ ഇവരെല്ലാവരും സമൂഹത്തോടും തുടങ്ങിയിട്ടുള്ള രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതൊരു സാമൂഹ്യ ഘടകമാണ്. അതായത് ടോട്ടലായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു സമൂഹം അടങ്ങിയിട്ടുള്ളൊരു സാമൂഹിക ഘടകങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ പലതരത്തിലുള്ള സവിശേഷതകളും ഉൾക്കൊള്ളുന്നു. അതായത് സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്നത് സൊസൈറ്റിയുമായിട്ട്, അതായത് സമൂഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പഠിതാവും അധ്യാപകനും കുടുംബവും സമൂഹവുമായിട്ടൊരു കണക്ഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സാമൂഹിക ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള സവിശേഷതകൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളെയും കുറിച്ചിട്ടാണ്. അതായത് ഇതിനുപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ചിട്ടാണ്, അതായത് മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടൂൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അറിയാനോ വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ടൂൾസും ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് മനഃശാസ്ത്രത്തിൻ്റെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള, അവരുടെ ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഉപാധികളും രീതികളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ മറ്റ് ശാസ്ത്രശാഖകളെ പോലെ തന്നെ നമ്മുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സത്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതികളും ഉപാധികളും, അതായത് ടൂൾസും ടെക്നിക്കുകളും പലതരത്തിലുള്ള വേസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. കാലാനുസൃതമായിട്ട്, അതായത് ഓരോ പീരീഡ് കഴിയുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെക്നിക്സ് ഒക്കെ മാറാം. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതുപോലെ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ കാലാനുസൃതമായിട്ടുള്ള ചേഞ്ചസ് ഇവിടെയും ഉണ്ട്. അതുപോലെ മനഃശാസ്ത്ര ഗവേഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട രീതികളെ കുറിച്ചിട്ടും ഉപാധികളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആത്മനിഷ്ഠാ രീതി, അതായത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നു. സോ ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് ഇൻട്രോ അതുപോലെ തന്നെ സ്പിക്കറി എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നിട്ടാണ് ഈ ഒരു പദം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇൻട്രോസ്പെക്ഷൻ, ആത്മനിഷ്ഠാ രീതി എന്ന് പറയുന്ന അർത്ഥം ഉളവാക്കുന്ന ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഉണ്ടായിരിക്കുന്നത്. സോ ഇൻട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻവേർഡ്, വിത്തിൻ എന്നുള്ളതാണ്. അതുപോലെ സ്പിക്കറി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ലാറ്റിൻ ആയിട്ടുള്ള രീതിയിലൊരു വേർഡാണിത്. അപ്പോൾ ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ടു സെർച്ചിങ് വൺസ് ഫീലിങ്സ് ഓഫ് തോട്ട്സ്. അപ്പോൾ ഇവിടെ ലുക്ക് അറ്റ് എന്നുള്ള രീതിയിലാണ് അർത്ഥം വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള ഒരു വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിങ്സ് ഓഫ് തോട്ട്, അതായത് മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒരാളുടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫീലിങ്സും തോട്ട്സിനെ ഒക്കെ തന്നെ സെർച്ച് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പദമാണ്, ആ ഒരു മീനിങ് വരുന്ന ഒരു അർത്ഥമുള്ള ഒരു പദമാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സോ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലിനാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയാന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്നാണ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കുള്ളൊരു നോക്കാൻ എന്നുള്ള രീതിയിലൊരു കാര്യം കൂടി ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.
ഈ രീതിയിൽ ഒരാൾ സ്വന്തം മാനസികാവസ്ഥയെയും അതുപോലെ മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആത്മനിഷ്ഠ രീതി, അതായത് ആത്മനിഷ്ഠ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഉള്ളിലേക്കെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു രീതിക്കകത്ത് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കുള്ളൊരു നോട്ടാണ് അതിൽ പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ചിട്ടും അതുപോലെ അതിലുണ്ടാവുന്ന, അപ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള സ്ഫോടനം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പലതരത്തിലുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ സ്വയമേ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. സോ ഇവിടെ വിശകലന വിധേയമാവുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മളോട് തന്നെയാണല്ലോ ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ ചിന്തകൾ അതിനകത്ത് ഉണ്ടാവും, നമ്മുടെ വികാരങ്ങൾ ഉണ്ടാവും, നമ്മുടെ ഉത്കണ്ഠകൾ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മുടെ പ്രതീക്ഷകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാനസിക പ്രതിഭാസം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലൂടെ ഒരുപാട് കാര്യങ്ങൾ പോകും. അതായത് നമ്മുടെ പലതരത്തിലുള്ള ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, പലതരത്തിലുള്ള ഉത്കണ്ഠകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഉത്കണ്ഠകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എനിക്കിതുപോലെ ചെയ്യണം, എനിക്ക് അതുപോലെ ആവണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നിങ്ങളൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൻ്റെ മുകളിൽ, നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ മാനസിക പ്രതിഭാസം എന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഉണ്ടാവുന്നത് സ്വന്തം മാനസികാവസ്ഥയെയും ഇതുപോലെ മാനസിക പ്രതിഭാസങ്ങളെയും ഒക്കെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് സ്വമേധയാ വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്നതിനെയാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. അതുപോലെ വില്യവും അതുപോലെ എൻഡോ ടിഷ്നർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രമുഖ വക്താക്കൾ എന്ന് പറയുന്നത് ഇവരാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിരീക്ഷണ രീതിയാണ്. അതായത് ഒബ്സർവേഷൻ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യും, നമ്മൾ മറ്റാൾക്കാരെ ഒബ്സർവ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. സോ നിരീക്ഷണ രീതി എന്ന് പറയുന്നത് സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്നു. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. ഇപ്പോൾ ഒരാളെ കുറിച്ചിട്ട് പഠിക്കണം, അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കണം. നമ്മളപ്പോൾ ആദ്യം എന്താ ചെയ്യുക? നമ്മളൊന്ന് ലൈവായിട്ട് ഇരുന്നിട്ട് അവരെന്ത് ചെയ്യും? നമ്മളങ്ങോട്ട് നിരീക്ഷിക്കും. അതിനാണ് ഇതിനകത്ത് പറയുന്നത്. സോ ആധുനിക കാലത്ത് നിരീക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഒട്ടേറെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ലഭ്യമാണ്. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുമ്പോൾ അത് പരോക്ഷ നിരീക്ഷണവും, അതായത് ഇൻഡയറക്റ്റ് ഒബ്സർവേഷനും, നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാവുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുമ്പോൾ അത് ഭാഗഭാഗിത്വ നിരീക്ഷണം, അതായത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും ആകുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിരീക്ഷണം എന്ന് പറയുന്നത്, അതായത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവ രീതിയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള അവരുടെ വ്യവഹാരത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണ രീതി എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത് രണ്ട് ടൈപ്പിലാണ്. അതായത് ഇപ്പോൾ ഒരാളാണല്ലോ ഇത് നിരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുക. അതായത് നമ്മളിപ്പോൾ വേറൊരാളെ നിരീക്ഷിക്കുമ്പോൾ ഞാനാണ് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ നിൽക്കുന്ന ആൾ ഒരു ബന്ധവും ഇല്ല. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെയോ ഒരു വ്യക്തിനെയോ ആണ് അവർ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒബ്സർവ് ചെയ്യുന്ന ആൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, മാറി നിന്ന് നോക്കി കാണുക എന്ന് പറയില്ലേ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാറി നിന്ന് നോക്കി കാണും, അങ്ങോട്ട് ഒബ്സർവ് ചെയ്ത് അങ്ങോട്ട് തീർക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാറി നിന്നിട്ട് കാണുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മളും കൂടി ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിലോ, അതായത് ആ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളും പോയിട്ട് ആ പ്രശ്നത്തിനകത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ നമ്മളും ഒരു കാര്യത്തിനകത്തേക്ക് പോയിട്ട് ഇടപെടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. സോ ഈ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള ഉപകരണങ്ങളും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്, ആസൂത്രണം ഉണ്ടാവണം. അതുപോലെ പലതരത്തിലുള്ള ഇപ്പോൾ ക്യാമറ ആവട്ടെ, ടേപ്പ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഉപകരണങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് അത്
റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള രീതിയിൽ അതൊക്കെ ഉപയോഗിക്കുകയാണ്, നമ്മളൊരു ഡാറ്റ എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിരീക്ഷകൻ എന്ത് ചെയ്യണം, വളരെ സ്കിൽഡ് ആയിരിക്കണം. കാരണം എല്ലാം കറക്റ്റായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവേഷനിലേക്ക് ചെല്ലാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ടോട്ടലായിട്ട് ഒരു നല്ല അപ്രോച്ചോടുകൂടി നിൽക്കുന്നവർക്കാണ് നിരീക്ഷണം എന്ന് പറയുന്നത്, ഇത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിന് അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളുടെ ഉയർന്ന വിശ്വാസ്യത ഈ ഒരു നിരീക്ഷണ രീതിയുടെ ഒരു മെറിറ്റാണ്, ഒരു മേന്മയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കറക്റ്റായിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലെ സ്കിൽഡ് ആയിട്ടുള്ള വൈദഗ്ധ്യമുള്ള പുലർത്തുന്ന ആളുകൾ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ യോഗ്യതയുള്ള നിരീക്ഷകരുടെ കുറവും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാരണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിരീക്ഷണ രീതി, അതായത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്, അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. സോ നമ്മുടെ ക്ലാസ് മുറിയിൽ പല സന്ദർഭങ്ങളിലും എന്താണ്, ഈ ഒരു രീതി സഹായകമാണ്, ഒബ്സർവേഷൻ എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് സഹായകമാണ് എന്നാണ് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് പരീക്ഷണ രീതിയാണ്. ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ കഴിഞ്ഞു, ഇനി നേരെ നമ്മൾ പരീക്ഷണത്തിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. എക്സ്പെരിമെൻ്റൽ മെത്തേഡിലാണ്. അപ്പോൾ 1874 ജർമ്മനിയിലെ ലീപ്സിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ മനഃശാസ്ത്ര ലാബോറട്ടറി സ്ഥാപിച്ച വില്യം വിൻഡി തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിന് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്താണ്, ഈ ഒരു പരീക്ഷണ രീതി അല്ലെങ്കിൽ പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ ഫാദർ, പിതാവായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മനഃശാസ്ത്രത്തിന് കൂടുതൽ ഒരു നിഷ്ഠത നേടിക്കൊടുക്കുന്നത്, അതിനെ ഒരു ശാസ്ത്രമായിട്ട് വികസിപ്പിക്കുന്നതിൽ ഈ രീതി വലിയ പങ്കുവച്ചു. അതായത് നമ്മൾ ഈ പറയുന്ന മനഃശാസ്ത്രം കുറച്ചുകൂടി വസ്തുനിഷ്ഠമായിട്ട് മാറുകയാണ്. അതായത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമായിട്ട് അത് വികസിപ്പിച്ചെടുക്കാൻ, ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്മൾ പറഞ്ഞ മനഃശാസ്ത്രത്തിൻ്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുന്നതിലൂടെയാണ്, ഈ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെയാണ് അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ പരീക്ഷണ രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ പലതരത്തിലുള്ള വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ പരീക്ഷകന് സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കാനും നിരീക്ഷിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അയാളുടെ നിയന്ത്രണത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അയാളുടെ ആ ഒരു സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കാനും ആ നിരീക്ഷിക്കാനും ഒക്കെ തന്നെ ഇവിടെ ആരാണോ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്, അതായത് പരീക്ഷകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ് പരീക്ഷണ രീതിയിൽ, അതായത് എക്സ്പെരിമെൻ്റൽ മെത്തേഡിനകത്ത് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്ന അഭിമുഖമാണ്, അതായത് ഇൻ്റർവ്യൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എയിം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയിം ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചോദിക്കണം, ഇന്നൊരു റീസൺ കൊണ്ടാണ് നമ്മളിവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന്. സോ രണ്ടോ അതിലധികമോ വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ടു ഫേസോ അല്ലാതെയോ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്ന ഒരു തരത്തിലുള്ളൊരു സംഭാഷണമാണ് അഭിമുഖം എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങൾ രൂപപ്പെടുത്താനുമുള്ള അഭിമുഖകാരൻ്റെ കഴിവിനെ ആശ്രയിച്ചിട്ടാണ് അഭിമുഖത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ എന്താണോ ആൻസർ കിട്ടേണ്ടത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ്, അതായത് ആ ഒരു നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ആൻസേഴ്സ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ആരാണോ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ, ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ സ്കില്ലിനനുസരിച്ചിട്ടിരിക്കും, അയാളുടെ പ്രിപ്പറേഷൻസ്, അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഭിമുഖം എന്ന് പറയുന്നത് പൊതുവെ രണ്ട് തരമുണ്ട്, സ്ട്രക്ചേർഡും ഉണ്ട്, അൺസ്ട്രക്ചേർഡുമായിട്ടുള്ള രീതിയിൽ അഭിമുഖമുണ്ട്. ഇനി ഒരു അഭിമുഖം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തിലും അതുപോലെ ഇപ്പോൾ ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും ഒക്കെ തന്നെ അഭിപ്രായം അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹിക മനഃശാസ്ത്രജ്ഞരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതി കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ സാഹചര്യത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള ഭേദഗതികൾക്കുള്ള സാധ്യതയും അതുപോലെ വിശദീകരണ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിലും വിഷയ വ്യതിചലനവും സമയനഷ്ടവും കൃത്രിമ സാഹചര്യങ്ങളും ചോദ്യകർത്താവിൻ്റെ താല്പര്യങ്ങളും മറ്റ് പലപ്പോഴും ഈ രീതിയുടെ പരിമിതിയാവാറുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാണ്ടിരിക്കുക, വിഷയത്തിൽ നിന്ന് തെന്നി മാറുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ്
പറയുന്നത്. ഇനി 5th വൺ എന്ന് പറയുന്നത് സർവേ രീതിയാണ്. സർവേ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിഷയത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ രീതി സഹായിക്കുന്നു. അപ്പോൾ പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർവേ രീതിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണമാണ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവരം ശേഖരിക്കുന്നതിനെയാണ് സർവേ ആസൂത്രണം എന്ന് പറയുന്നത്. ഇപ്പോൾ സാമ്പിൾ തിരഞ്ഞെടുക്കുന്നു, അവിടെ നിന്ന് വിവരം ശേഖരിക്കുന്നു, വിവരത്തെ വിശകലനം ചെയ്യുന്നു, ഒരു നിഗമനത്തിലെത്തുന്നു തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഘട്ടങ്ങൾ സർവേയിലുണ്ട്. അപ്പം നമുക്ക് പല കാര്യങ്ങളിൽ നമ്മൾ സർവേ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു സർവേനെ സംബന്ധിച്ച് വലിയൊരു ഗ്രൂപ്പിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവരം ശേഖരിക്കേണ്ടി വരിക. ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വിവരം ശേഖരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അവിടെ സാമ്പിൾസ് ആയിട്ട് കുറച്ച് പേരെടുക്കുന്നു, സാമ്പിൾസ് ആയിട്ട് ഒരു ഗ്രൂപ്പിനെ എടുക്കുന്നു, അവിടെ നിന്ന് നമ്മൾ വിവരം ശേഖരിക്കുന്നു, ആ വിവരത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു നിഗമനത്തിലെത്തുന്നു, നമ്മളൊരു കൺക്ലൂഷനിലെത്തുകയാണ്, ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന പലതരത്തിലുള്ള ഘട്ടങ്ങളാണ് സർവേ രീതിയിലുള്ളത്. ഇനി 6th വൺ എന്ന് പറയുന്നത് ക്ലിനിക്കൽ മെത്തേഡാണ്. ക്ലിനിക്കൽ രീതിയെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിലും ചികിത്സയിലുമാണ് ഇത് അധികം ഉപയോഗിക്കേണ്ടി വരുന്നത്. ഒരു ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ അസ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. പഠിക്കുന്നു, അത് കണ്ടെത്തുന്നു, എന്നിട്ട് നമ്മൾ കുറേ വൈദ്യശാസ്ത്രത്തിൻ്റെ മാർഗങ്ങളിലൂടെ അത് പരിഹരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ലൈറ്റ്നർ വീർ ആണ് ക്ലിനിക്കൽ മനഃശാസ്ത്രവും അതുപോലെ ക്ലിനിക്കൽ രീതിയും ഒക്കെ തന്നെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മനോരോഗത്തിന് ആ ഒരു മനോരോഗത്തിൽ പ്രശ്നപ്പെട്ട് കിടക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ നിന്ന് ആ ഒരു വ്യക്തിയുടെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനെ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അത് പരിഹരിക്കുകയും ചെയ്യുന്നു എന്ന് വേണം പറയാൻ. അതാണ് ക്ലിനിക്കൽ രീതി എന്ന് പറയുന്നത്. സോ സാമൂഹിക ബന്ധ പരിശോധനകൾ, അതായത് 7th വൺ എന്ന് പറയുന്നത് സോഷ്യോമെട്രിക് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ്. സോ ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹിക ബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളുടെ വിമുഖതയും എത്രമാത്രമാണ് എന്ന് പരിശോധിക്കാനുമുള്ള ഒരു മാർഗമാണ് JL മൊറീനോ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സോഷ്യോമെട്രിക് ടെക്നിക് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണ്. ആ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളോട് വിവിധ സാഹചര്യത്തിൽ അവരോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരും അവർ ആ സാഹചര്യത്തിൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരും ഒക്കെ തന്നെ നിർദ്ദേശിക്കാനാണ് ഈ ഒരു സോഷ്യോമെട്രിക് ടെക്നിക്കിലൂടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ അപഗ്രഥിച്ച് ആ ഗ്രൂപ്പിലെ സാമൂഹിക ബന്ധത്തിൻ്റെ സ്വഭാവം വിലയിരുത്തുന്നു. സോ സാധാരണഗതിയിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇത്തരം പഠനം നടത്താറ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഗ്രൂപ്പും കാര്യങ്ങളും അതിനകത്തുണ്ടാവും. ഈ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഗ്രൂപ്പ് ഉണ്ടാവുക എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ സാമൂഹിക ബന്ധം സോഷ്യോമെട്രിക് ആയിട്ടുള്ള പലതരത്തിലുള്ള ടെക്നിക്ക് എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ സോഷ്യലി കണക്റ്റഡ് ആണ്, ഒരു ഗ്രൂപ്പുമായിട്ട് എടുക്കുമ്പോൾ ആ ഗ്രൂപ്പിലെ ആളുകൾ പരസ്പരം എത്രത്തോളം കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരാളടുത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെയൊക്കെ കൂടെ നിർത്തണം എന്ന് ചോദിക്കുമ്പോൾ അയാൾ എടുക്കുന്ന നമ്പർ ഓഫ് പീപ്പിളും ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്പർ ഓഫ് പീപ്പിളിൻ്റെയും എണ്ണം എടുത്തുകൊണ്ട് ആ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക ബന്ധനമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ടോട്ടലായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിലെ സാമൂഹിക ബന്ധത്തിൻ്റെ നേച്ചർ എന്താണെന്ന് വിലയിരുത്തുന്നത് ഈ ഒരു സോഷ്യോമെട്രിക് ടെക്നിക്കിലൂടെയാണ്. 8th വൺ എന്ന് പറയുന്നത് പ്രക്ഷേപണ രീതിയാണ്, അതായത് പ്രൊജക്റ്റീവ് മെത്തേഡാണ്. അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും, അതായത് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അത് അപഗ്രഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രക്ഷേപണ രീതികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അബ്നോർമലായിട്ട് ഒരാൾ ബിഹേവ് ചെയ്യുന്ന സമയത്ത് അയാളുടെ പെരുമാറ്റത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും അയാളുടെ ടോട്ടലായിട്ടുള്ള സവിശേഷതകളെക്കുറിച്ചിട്ടും അയാളുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടും അയാളുടെ ബോധ മനസ്സിൽ ഒരുപാട് അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വികാരങ്ങളുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിനും ഇത് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റുകൾ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പെർസെപ്ഷൻ ടെസ്റ്റുകൾ, തിമാറ്റിക് ഒബ്സർവേഷൻ ടെസ്റ്റുകളൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്.
നയൻത്ത് വൺ എന്ന് പറയുന്നത് സഞ്ചിത രേഖ എന്ന് പറയുന്നത്, അതായത് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരു കുട്ടീനെ വ്യക്തമായിട്ട് അറിയാനും പഠിക്കാനും ആദ്യം കാലം മുതൽ തുടർച്ചയായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, ഇപ്പോൾ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടി ഇപ്പോൾ പെരുമാറുന്നത് വെച്ച് മാത്രം നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അതിന് മുൻപ്, അതായത് ആ കുട്ടിയുടെ മുൻകാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിവരങ്ങൾ ശേഖരിക്കണം. ഈ രീതിയിൽ തുടർച്ചയായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് കുറേ കാലം മുമ്പ് ആ കുട്ടി ഇപ്പോൾ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ തന്നെ ആ കുട്ടിയുടെ സവിശേഷതകളെയൊക്കെ തന്നെ എടുത്ത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ വെച്ചിട്ട് അങ്ങനെ ടോട്ടലായിട്ട് ആ ഒരു വ്യക്തമായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ ശേഖരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെക്കോർഡിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് റെക്കോർഡ്, അതായത് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. ഇതിലൊരുപാട് വിവരങ്ങളുണ്ടാകും. അതായത് ആ കുട്ടിയുടെ കാര്യശേഷിയെക്കുറിച്ചിട്ടും മാനസികമായിട്ടുള്ള ആ കുട്ടി എത്രത്തോളം പക്വത കൈവരിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ പഠന നേട്ടങ്ങൾ എങ്ങനെയാണ്, സാമൂഹികമായിട്ടുള്ള ബോധം എന്താണ്, മൂല്യബോധം എന്താണ്, വൈകാരികമായിട്ടുള്ള കുട്ടിയുടെ വികാസത്തെക്കുറിച്ചിട്ടും ഓവറോൾ ആയിട്ടുള്ള കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ടും പാഠ്യേതര താല്പര്യങ്ങൾ, അതായത് പഠനത്തിൽ നിന്നല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടാകും, അത് എന്തൊക്കെയാണെന്നും സാമൂഹികമായിട്ടുള്ള കുട്ടിയുടെ പശ്ചാത്തലം എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ശേഖരിക്കപ്പെടുന്നത്. 10th വൺ എന്ന് പറയുന്നത് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നതുണ്ട്. സോ ഈ ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാവുന്ന അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെക്കോർഡാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ആകസ്മികമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ, അവരുടെ സവിശേഷ സംഭവങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് കുട്ടിയുടെ ഒരു വ്യക്തിത്വ സവിശേഷതയിലേക്ക് വെളിച്ചം വീശുന്നു എന്നാണ് പറയുന്നത്. സോ ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു കാര്യം ക്ലാസ്സിൽ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള പ്രതികരണങ്ങളിലൂടെ അല്ലെങ്കിൽ സവിശേഷമായിട്ടുള്ള സംഭവങ്ങളിൽ ആ കുട്ടികൾ പെരുമാറുന്നതിനെ കുറിച്ചിട്ടും അവർ പ്രതികരിക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതയാണ്, അതായത് പ്രതികരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തിത്വ സവിശേഷതയായിട്ടാണ് അത് എടുക്കുന്നത്. സോ ആ സംഭവത്തെ വിവരിക്കാനും സംഭവ വ്യാഖ്യാനം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പെടുന്നുണ്ട്. 11th വൺ എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് ആണ്. സോ വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലളിതമായിട്ട് ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരേ സമയം ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യതയാണ് ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം സിമ്പിളായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വിവരങ്ങളൊക്കെ ഏറ്റവും ലളിതമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം പേരുടെ സവിശേഷതകളെക്കുറിച്ചിട്ടും അവരുടെ വിവിധ മാനങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരുപാട് പ്രസ്താവനകൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് കണ്ടെത്തി നമ്മൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആ കുട്ടി അത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടി ഇത് ഈ ഒരു സമയത്തിനുള്ളിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കുന്നതിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം അത് ഓരോ വസ്തുതകളെക്കുറിച്ച് പറയുമ്പോൾ അത് എത്രത്തോളം പ്രകടമാണ്, പ്രകടമല്ല, ഇതിലൂടെയൊക്കെ തന്നെ ഇതിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ ലളിതമായിട്ട് ശേഖരിക്കുന്ന ഒരു ടൂളാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ സാമ്പിളിനകത്ത് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ചാലകശേഷികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് സ്ഥിരതയോടുകൂടി നടക്കുന്നുണ്ടോ, ഓടുന്നുണ്ടോ, അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്തുണ്ടാകും ശ്രമിക്കുന്നു അല്ലെങ്കിൽ കൈവരിച്ചു, അപ്പോൾ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ ആ പ്രസ്താവനയ്ക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് റേറ്റിംഗ് സ്കെയിലാണ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുതയെക്കുറിച്ചിട്ടോ ഒക്കെ തന്നെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിൻ്റെ ഒരു പ്രകാശനമാണ് ഇതിലുള്ളത്. അപ്പോൾ ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റേറ്റിംഗ് സ്കെയിലാണ് പെടുന്നത്. അപ്പോൾ നിരീക്ഷിക്കപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനം എന്ന് പറയുന്നത് പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ട് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതായത് 3 മുതൽ 11 വരെ റേറ്റിംഗ് തരത്തിലുള്ള വിവിധ റേറ്റിംഗ് സ്കെയിലുകളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ലിക്കേർട്ട് സ്കെയിൽ ആവട്ടെ, അതുപോലെ തന്നെ തേഴ്സ്റ്റൺ സ്കെയിൽ ആവട്ടെ, അങ്ങനെ ഒരുപാട് സ്കെയിൽസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ സ്കെയിലിനനുസരിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ വസ്തുതയെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ട് ഇല്ല എന്നാണ് നമ്മൾ ചെക്ക് ലിസ്റ്റിനകത്ത് പറഞ്ഞത്. പക്ഷേ റേറ്റിംഗ് സ്കെയിലിനകത്ത് നമ്മൾ റേറ്റിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ
നമ്മൾ ഓരോ ആപ്പുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിന് റേറ്റിംഗ് കൊടുക്കില്ലേ, ഇപ്പോൾ സ്റ്റാറൊക്കെ വെച്ചിട്ട് നമ്മൾ റേറ്റിംഗ് കൊടുക്കില്ലേ, അതേപോലെ തന്നെയാണ് 3 to 11 വരെയുള്ള റേറ്റ്സുകളുള്ള പലതരത്തിലുള്ള റേറ്റിംഗ് സ്കെയിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ കേസ് നമ്മൾ എടുക്കുമ്പോൾ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ടും പാഠ്യേതര പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ഒരു റേറ്റിംഗ് കൊടുക്കുന്നതിനെയാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്തത് ചോദ്യാവലിയാണ്, ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. സോ ഡാറ്റയൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂളാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. അപ്പോൾ വിവരശേഖരണത്തിന് താരതമ്യേന പ്രയാസം കുറഞ്ഞതും വേഗതയും സമയലാഭവും ഉള്ളതുമായിട്ടുള്ള ഒരു ഉപാധിയാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ചോദ്യാവലി, ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റിനെയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യാവലി എന്നിങ്ങനെ രീതിയിൽ 2 തരത്തിലാണ് ഇവിടെ ഉള്ളത്. സോ ഇതിനകത്ത് ചോദ്യാവലിയിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേതിൽ പ്രതികരിക്കുന്ന ആൾ ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഉത്തരം നൽകേണ്ട ആൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ഉണ്ടാവും. അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റിനെയർ കൊടുക്കുന്നു, ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അയാൾ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പോകണം. ആൻസർ ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഉത്തരത്തിനുള്ള ഓപ്ഷൻ അതിനകത്തില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുപോലെ രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ തുറന്ന ചോദ്യങ്ങളാണ്. അതായത് പ്രതികരിക്കുന്ന ആളിന് തനിക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റിനെയേഴ്സ് ആണെന്ന് പറയുന്നത്. സോ തിരഞ്ഞെടുക്കാൻ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടാവില്ല, അയാൾക്ക് ഇഷ്ടമുള്ള ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളതാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും ആയിട്ടുള്ള ക്വസ്റ്റിനെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടും എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 14th വൺ എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളിൽ നിന്ന് പലതരത്തിലുള്ള രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ട് അത് ടോട്ടലായിട്ട് പഠിക്കുന്ന രീതിയാണ് ഈ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ ഒട്ടുമിക്ക ശാഖകളിലും കേസ് സ്റ്റഡി പ്രയോജനപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രമാവട്ടെ, വൈജ്ഞാനിക മനഃശാസ്ത്രമാവട്ടെ, നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിയിലും ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു കേസ് സ്റ്റഡി അവർ നടത്താറുണ്ട്. അതായത് പനി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പനി വന്നിട്ടുണ്ട്, എപ്പോൾ വന്നു, എത്ര ദിവസമായി, എന്താണ് പെട്ടെന്ന് ഉണ്ടാവാൻ കാരണം, എന്തെങ്കിലും റീസൺസ് ഉണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്കൊരു വ്യക്തിയുടെ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള റിസോഴ്സസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കേസ് സ്റ്റഡി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കോളജീനെ സംബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിയിലും അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലും വൈജ്ഞാനിക മനഃശാസ്ത്രത്തിലും ഒക്കെ തന്നെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നടത്തുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ അവിടെയും ഒരു കേസ് സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള സ്രോതസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതാണ് കേസ് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തൊഴിൽ മനഃശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഒരു കേസിൻ്റെ ആഴമേറിയിട്ടുള്ള രീതിയിലുള്ളൊരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേസ് സ്റ്റഡിക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ്, സ്ഥാപനമൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിസൂക്ഷ്മമായിട്ട് നമ്മൾ അപഗ്രഥിക്കപ്പെടുന്നു. ഒട്ടേറെ പഠന രീതികൾ എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തുന്ന കേസ് സ്റ്റഡിക്ക് ഹോളിസ്റ്റിക് സമീപനമാണുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡിക്ക് എന്താണ്, ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണുള്ളത്. ശരിയായിട്ടുള്ള രീതിയിൽ പ്രശ്ന വിശകലനത്തിൽ നിന്ന് പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഇതിൻ്റെ ഒരു മേന്മയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ വിശകലനം ചെയ്ത് അതിലേക്ക് എന്താണ്, ഒരു പരിഹാരത്തിലേക്ക്, ഒരു സൊല്യൂഷനിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള സ്ഥിതി വിവരശേഖരണം, വിശകലനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. 15th വൺ എന്ന് പറയുന്നത് ക്രിയാ ഗവേഷണം എന്ന് പറയുന്ന ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവമായിട്ടുള്ള പഠന രീതിയാണ് ക്രിയാ ഗവേഷണം എന്ന് പറയുന്നത്. സ്റ്റീഫൻ എം കോറിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതി എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ സാധാരണ നടത്തുന്ന ഗവേഷണങ്ങളുടെ സാങ്കേതികതയോ അല്ലെങ്കിൽ വ്യതിചലിപ്പിക്കാനാവാത്ത നിബന്ധനകളോ ഒന്നും തന്നെ ഈ ഒരു ആക്ഷൻ റിസർച്ചിനകത്തില്ല. അപ്പോൾ ഒരു ഉപദേശകൻ, ഒരു ഗൈഡ് ഇതിനകത്ത് വേണമെന്നില്ല. പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്കിടയിൽ അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളെ ഗവേഷകൻ്റെ വീക്ഷണത്തോടുകൂടി ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പോൾ അനുയോജ്യമായിട്ടുള്ള പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്നത് ആക്ഷൻ റിസർച്ചിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നു. സോ ഇവിടെ റിസർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ആക്ഷൻ റിസർച്ച് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രശ്നം കണ്ടെത്തി അത് അപ്പോൾ തന്നെ പരിഹരിച്ച രീതിയിൽ പോകുന്നു എന്നാണ് നമ്മൾ ആക്ഷൻ റിസർച്ചിനകത്ത് പറയുന്നത്. അപ്പോൾ ഗവേഷണത്തിൽ അനുവർത്തിക്കുന്ന ഇപ്പോൾ ശാസ്ത്രീയ സമീപനമാവട്ടെ,
അതൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണം. അതുപോലെ വിവരങ്ങൾ എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ട് ശേഖരിക്കണം, അത് രൂപീകരിക്കണം, അത് പ്രശ്നത്തെക്കുറിച്ച് വിലയിരുത്തണം, പലതരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കൽ, പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ, അത് പ്രയോഗിക്കൽ, വിലയിരുത്തൽ തുടങ്ങിയിട്ടുള്ള ഘട്ടങ്ങളൊക്കെ തന്നെ ഈ ഒരു ആക്ഷൻ റിസർച്ചിനകത്തുണ്ട്. സോ നമ്മൾ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ ഏറ്റവും ഉപയോഗിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ഒരു പഠന രീതിയാണ് ക്രിയാ ഗവേഷണം എന്ന് പറയുന്നത്. സോ മറ്റ് നമ്മൾ പറഞ്ഞ പോലെ സാധാരണ നടത്തുന്ന ഈ ഒരു ഗവേഷണങ്ങളുടെ ഇപ്പോൾ പലതരത്തിലുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഒരു നിബന്ധനകളൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്താണ് ഇവിടെ ഒരു ഗൈഡ് വേണമെന്നില്ല. പ്രശ്നങ്ങളെയൊക്കെ മുഖാമുഖം നടത്തുന്ന ഇപ്പോൾ അധ്യാപകർ അവരുടെ ഇടയിലുള്ള കാരണങ്ങളും ഇപ്പോൾ ഗവേഷകൻ്റെ അവരുടെ ഒരു വീക്ഷണം ഉണ്ടാവില്ല. ആ ഒരു ഗതിയോടുകൂടി ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പം തന്നെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ സൊല്യൂഷൻസ് പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ട് പ്രയോഗിക്കുകയും ചെയ്യുന്നതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു മൊഡ്യൂളിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ എന്തായാലും വന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത 2 യൂണിറ്റിൻ്റെ വീഡിയോസും ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ.